എൻ്റെ കുട്ടികളെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. ഇതൊക്കെ എന്ത്, ഇംഗ്ലീഷൊക്കെ സിമ്പിളായിട്ട് ആർക്കും ജയിക്കാവുന്നൊരു സബ്ജക്റ്റ് മാത്രമാണ്, അല്ലാതെ ഇത്ര പ്രയാസമുള്ള സബ്ജക്റ്റൊന്നുമല്ല. ഇതിന് ടെക്നിക്ക് മനസ്സിലാക്കിയാൽ ഇംഗ്ലീഷിൽ ജയിക്കാൻ പറ്റും, ഇംഗ്ലീഷ് പരീക്ഷയിൽ ജയിക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യണത്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അവർ കൂടി ജയിക്കേണ്ടത്. നമ്മൾ മാത്രം ജയിച്ച കാര്യമില്ലല്ലോ. ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും വിജയിക്കാനുള്ള മാർഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ആരും കാണുന്നില്ല വീഡിയോ, പിന്നെങ്ങനെ ഞാൻ അടുത്ത പാട്ട് തയ്യാറാക്കുക? ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നോക്കാം. മേ ഐ ടെൽ യു എ ട്രൂത്ത്? ഞാനൊരു സത്യം പറയട്ടെ. ഇത് A+ കിട്ടും എന്ന് ഉറപ്പുള്ള കുട്ടികൾ കാണേണ്ടതില്ല. ഇംഗ്ലീഷിൽ പ്രയാസമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. സ്പീച്ചാണ് ഇന്ന് നോക്കുന്നത്, പ്രസംഗം, പബ്ലിക് സ്പീച്ച്. എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫോർമാറ്റാണ് പഠിച്ചു കഴിഞ്ഞാൽ, ഏത് സ്പീച്ച് വന്നാലും നിങ്ങൾക്കതിൽ മാർക്ക് ലഭിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അത് തയ്യാറാക്കുന്നത്. നമുക്ക് നോക്കാം. Honorable Chief Guest, respected teachers and my dear friends, good morning. I am very happy that I got a chance to talk to you. ഞാൻ വളരെ സന്തോഷവാനാണ്, നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ, ഒരു ചാൻസ് തന്നതിൽ വളരെ സന്തുഷ്ടവാനാണ്. On this stunning, colorful, momentous occasion, I would like to express my thoughts on എന്ന് പറഞ്ഞിട്ട് പിന്നെ സബ്ജക്റ്റ് കൊടുക്കുക. എഡ്യൂക്കേഷനോ ഏതെങ്കിലും സബ്ജക്റ്റ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയോ, എന്തായാലും വേണ്ടിയില്ല. അല്ലേ? എന്താണ് ഈ കളർഫുള്ളായിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഈ മൊമെൻറ്റിൽ ഞാൻ ഇന്ന വിഷയത്തെക്കുറിച്ച് എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നു. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത് എവിടെ ഉപയോഗിച്ചൂടെ? ഏത് വിഷയം വന്നാലോ അത് പറയാലോ. ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓക്കെ, ആമുഖം പഠിച്ചില്ലേ? ഒന്നുകൂടി എൻ്റെ കൂടെ വാ. ഓണറബിൾ ചീഫ് ഗസ്റ്റ്, respected teachers and my dear friends, good morning. I am very happy that I got a chance to talk to you on this stunning, colorful, momentous occasion. I would like to express my thoughts on dash. സബ്ജക്റ്റ് കൊടുക്കുന്നു. It is an important topic. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് പറയുക. ഉദാഹരണം, എഡ്യൂക്കേഷൻ. എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോ. ഇപ്പോൾ എഡ്യൂക്കേഷനൊക്കെ ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും എഴുതി വെച്ചാൽ എല്ലാ എക്സാമിനും എഴുതി വെക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇറ്റ് ഈസ് എ ഫാക്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാം. എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഫാക്ട്. എഡ്യൂക്കേഷൻ ഷേപ്സ് ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ക്യാൻ ഇൻട്രാക്ട് വിത്ത് എനിബഡി. മോറോവർ ഹീ ഈസ് റെസ്പെക്റ്റഡ് എവരിവെയർ. ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുക. എഡ്യൂക്കേഷനൊക്കെ എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന പദമാണ്. ഏത് സ്പീച്ച് ചോദിച്ചാലും എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെയാണ് എഴുതുക. ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് എഴുതിക്കോ എന്തെങ്കിലും ഒരു കണ്ടന്റ്. ഓക്കെ, ഇറ്റ് ഇസ് എ ഫാക്ട്. എഡ്യൂക്കേഷൻ ഷേപ്സ് ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ക്യാൻ ഇൻട്രാക്ട് വിത്ത് എനിബഡി. പിന്നെയോ, മോർ ഓവർ ഹീസ് റെസ്പെക്റ്റഡ് എവരിവെയർ. ഇനി അവസാനത്തെ പാർട്ടിലേക്ക് നമ്മൾ എടുക്കുകയാണ്. വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും കുറച്ചും കൂടി കാര്യങ്ങൾ എഴുതണം. ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പിന്നെയോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. കുറച്ച് അറിയുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കൂട്ടിച്ചേർക്കുക. ഇനി ഇതിൻ്റെ അവസാനത്തിലെത്തി നമ്മൾ. എനിവേ ഐ ഡു വാല്യൂ യുവർ പ്രഷ്യസ് ടൈം. എനിവേ, എൻ്റെ കൂടെ വാ. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ വിലമതിക്കുന്നു. എനിവേ ഐ ഡു വാല്യൂ യുവർ പ്രഷ്യസ് ടൈം. സോ ഫ്രണ്ട്സ്, ഐ ഹംബിൾ റിക്വസ്റ്റ് യു ടു ബി കോൺഷ്യസ് ഓഫ് യുവർ എഡ്യൂക്കേഷൻ ഫാസ്റ്റ്. ഐ ആം ലീസ്റ്റ് ഇൻക്ലൈൻഡ് ടു എക്സ്റ്റെൻഡ് മൈ സ്പീച്ച്. ഒരിക്കൽ കൂടി. So friends, എൻ്റെ കൂടെ വാ. I humbly request you to be conscious of your education first. നിങ്ങൾ ആദ്യം എഡ്യൂക്കേഷനെ കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, ബോധവാന്മാരായിരിക്കണമെന്ന് ഞാൻ താഴ്മയോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എവിടെയും ഉപയോഗിച്ചൂടെ ഇത്? മാത്രമല്ല, I am least inclined to extend my speech. ഞാൻ എൻ്റെ സംസാരം അധികം നീട്ടുന്നില്ല. I hope you all understood what I said. I hope you all understood what I said. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ?
മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ് ആൻഡ് ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് ഹിയർ. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ. നിങ്ങളുടെ അറ്റൻഷന് വളരെയധികം നന്ദി പറയുന്നു. ആൻഡ് ഐ എക്സ്പ്രസ് മൈ സിൻസിയർ താങ്ക്സ് ടു ഓൺ ആൻഡ് ഓൾ. ഓരോരുത്തർക്കും ഞാൻ എൻ്റെ സിൻസിയർ ആയിട്ടുള്ള താങ്ക്സ് പറയുന്നു. ഓക്കെ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇതൊരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കാം എൻ്റെ കൂടെ. എനിവേ, ഐ ഡു വാല്യൂ യുവർ പ്രഷ്യസ് ടൈം. സോ ഫ്രണ്ട്സ്, I humbly request you to be conscious of your education first. I'm least inclined to extend my speech. I hope you all understood what I said. And I conclude my words here. Thank you for your kind attention and I express my sincere thanks to on and all. I wish you all the best. Last ഒരിക്കൽ കൂടി ഇത് പറയാം. Once again, thank you and welcome your comment. ഒരിക്കൽ കൂടി താങ്ക് യു, നന്ദി. നിങ്ങളുടെ കമൻറ്റിനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പിന്നെ ആധുനിക സ്പീച്ചിലൊക്കെ അങ്ങനെയാണ്, വെൽക്കം യുവർ കമൻറ്റ്, താങ്ക് യു ആൻഡ് വെൽക്കം യുവർ കമൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് എഴുതി പഠിക്കുക. ആദ്യം ഒന്ന് പറഞ്ഞു നോക്കുക, എൻ്റെ കൂടെ പറഞ്ഞു നോക്കുക. ശേഷം എന്ത് ചെയ്യുക, എഴുതി പഠിക്കണം കേട്ടോ. എഴുതാൻ കിട്ടുന്നുണ്ടോ നോക്കണം. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. ഏത് സ്പീച്ച് വന്നാലും ഇതിൻ്റെ ആമുഖം നിങ്ങൾ പഠിക്കുന്നു, ഇതിൻ്റെ അവസാന ഭാഗം പഠിക്കുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് കുറച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, നിങ്ങളിവിടെ ഇല്ലേ? നിങ്ങൾ എൻ്റെ ഒപ്പം ഇല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പീച്ച്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളത് കമൻറ്റിലൂടെ നിങ്ങൾ പറയണം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ അൺലൈക്ക് ചെയ്തോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.